കീം പരീക്ഷാ ഫോർമുല മാറ്റം നടപ്പിലാക്കിയത് മന്ത്രിസഭയിലെ എതിർപ്പ് മറികടന്ന് ഈ വർഷം ഫോർമുല മാറ്റം വേണോ എന്ന് ചോദിച്ച് CPI മന്ത്രിമാർ സർക്കാരിന്റെ ധൃതി കുഴപ്പത്തിലാക്കിയെന്നും വിമർശനം ശക്തം. പുതിയ റാങ്ക് ലിസ്റ്റിനെതിരെ പരാതി പ്രളയം ഉണ്ടാകുമ്പോൾ സർക്കാർ നടത്തിയ ഇടപെടൽ സതുദ്ദേശപരമാണെന്ന് ന്യായീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും രംഗത്ത് വന്നു. കീം പരീക്ഷാ റാങ്ക് പട്ടികയിലെ സർക്കാർ നടപടിയിൽ വലഞ്ഞത് ഏറെയും വിദ്യാർത്ഥികളാണ്. അതിൽ കൂടുതലും കേരള സിലബസ് വിദ്യാർത്ഥികളും. പരീക്ഷയ്ക്ക് ശേഷം പ്രോസ്പെക്റ്റിലെ മാർക്ക് ഏകീകരണം വിദഗ്ധ നിർദ്ദേശം മറികടന്നാണെന്ന തെളിവുകൾ വന്നതോടെ സർക്കാരിനും തിരിച്ചടിയായി. തിടുക്കത്തിൽ മാർക്ക് ഏകീകരണം നടത്തിയതിലും വിമർശനമുയരുകയാണ്. കീം പരീക്ഷാ ഫോർമുല മാറ്റം നടപ്പിലാക്കിയത് മന്ത്രിസഭയിലെ എതിർപ്പ് മറികടന്നാണ്. ഈ വർഷം ഫോർമുല മാറ്റം വേണോ എന്ന് ചോദിച്ച് CPI മന്ത്രിമാർ കഴിഞ്ഞ മാസം 30-ന് ചേർന്ന മന്ത്രിസഭയിൽ നിലപാട് അറിയിച്ചെങ്കിലും ഇത് പരിഗണിക്കാതെയായിരുന്നു പരിഷ്കരണം. അതേസമയം കീം പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ഇടപെടൽ സതുദ്ദേശപരമാണെന്നാണ് മന്ത്രി ബിന്ദുവിന്റെ ന്യായീകരണം. എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാനായിരുന്നു സർക്കാർ ശ്രമമെന്ന് മന്ത്രിയുടെ വിശദീകരണം. കേരള ബോർഡിലുള്ള കുട്ടികൾക്ക് 35 മാർക്കിന്റെ കുറവ് ഉണ്ടായി. അത് യഥാർത്ഥത്തിൽ ഒരു അനീതി തന്നെയാണ്. അതായത് കീം പരീക്ഷയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്താലും 35 മാർക്ക് കുറവാകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനെ മറികടക്കുക എന്നുള്ളത് അതിനുള്ള വേരിയസ് ആയിട്ട് പല ഫോർമുലകളും നമ്മൾ ആലോചിച്ചു. എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ച കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ശാസ്ത്രീയം എന്ന് പറയാവുന്ന ഒരു ഫോർമുലയെ അവലംബിച്ചത്. അപ്പോൾ അതിൽ പ്രോസ്പെക്ടസിൽ നമ്മളൊരു പ്രൊവിഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ്റിന് ഏത് സമയത്ത് വേണമെങ്കിലും ഈ നിബന്ധനകളിൽ മാറ്റം വരുത്താവുന്നതാണ് എന്നുള്ളത്. ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവർക്ക് നീതി ലഭിക്കണം എന്നുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോഴും എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. അത് തന്നെയാണ് എനിക്കുള്ളത്. സർക്കാരിന്റെ ധൃതി കുഴപ്പത്തിലാക്കിയെന്നും വിമർശനമുണ്ട്. പഠിച്ചു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയത് സർക്കാരെന്നും വിമർശിക്കുന്നുണ്ട്. കീം മാർക്ക് ഏകീകരണത്തിലെ വിദഗ്ധ സമിതി ശുപാർശ മറികടന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. മാർക്ക് ഏകീകരണ ഫോർമുല നടപ്പിലാക്കിയത് വിദഗ്ധ സമിതി റിപ്പോർട്ട് മറികടന്നുകൊണ്ട്. ശുപാർശ മറികടന്നത് സ്റ്റാൻഡർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റിയാണ്. ഇതെല്ലാം മറികടന്ന് സർക്കാർ നടത്തിയ നീക്കത്തിലും വിദ്യാർത്ഥികളുടെ മാനസിക സാഹചര്യം നോക്കാത്ത സർക്കാർ നടപടിയിലും പ്രതിഷേധം ഉയരുകയാണ്. ജനം, തിരുവനന്തപുരം.